അധ്യായം 92 സൂറത്തുൽ ലൈൽ രാത്രി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 21. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. വല്ലൈലി രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷാ അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വല്ലൈലി ഇദാ യഗ്ഷാ രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വചനം 2. വന്നഹാരി പകൽ തന്നെയാണ്. ഇദാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വന്നഹാരി ഇദാ തജല്ലാ പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വചനം 3. വമാ ഖലഖ സൃഷ്ടിച്ചതും തന്നെയാണ്. അദ്ദക്കറ ആണിനെ, വൽ ഉൻസ പെണ്ണിനെയും. വമാ ഖലഖദ് ദകറ വൽ ഉൻസ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ ആ മഹാശക്തി തന്നെയാണ് സത്യം. വചനം 4. ഇന്ന സഅയകും നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം, യത്നം, പ്രവൃത്തി, ലശത്ത വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. ഇന്ന സഅയകും ലശത്താ നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം വിഭിന്നങ്ങളത്രേ. കഴിഞ്ഞ അധ്യായത്തിലെ 3-4 വചനങ്ങളിൽ കണ്ടതുപോലെയുള്ള ആശയം തന്നെയാണ് ഏതാണ്ട് ഈ അധ്യായത്തിലെ 1-2 വചനങ്ങളിലും ഉള്ളതെന്നു പറയാം. അവിടെ 5-7 വചനങ്ങളിൽ സൂചിപ്പിച്ച അതേ മഹാശക്തിയെ അഥവാ അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ 3-ാം വചനത്തിലും സൂചിപ്പിക്കുന്നത്. ആണ് എന്നും പെണ്ണ് എന്നും പറഞ്ഞത് പൊതുവിൽ ആ 2 വർഗത്തെ ഉദ്ദേശിച്ചും, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, കൽബി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം, മനുഷ്യമാതാവായ ഹവ്വ റളിയല്ലാഹു അൻഹ എന്നിവരെ ഉദ്ദേശിച്ചും ആകാവുന്നതാണ്. മനുഷ്യരുടെ ജിന്നുകളുടെയും തന്നെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒരേ രൂപത്തിലുള്ളവയല്ല, വിഭിന്ന നിലയിലുള്ളതാണ് എന്നത്രേ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അതെ, രാത്രിയും പകലുമെന്ന പോലെയും ആണും പെണ്ണുമെന്ന പോലെയും മനുഷ്യകർമ്മങ്ങൾ നല്ലത്, ചീത്ത, ഗുണകരം, ദോഷകരം, രക്ഷാമാർഗം, ശിക്ഷാമാർഗം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളാണ് എന്ന് താൽപ്പര്യം. അടുത്ത വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉദാഹരണസഹിതം അള്ളാഹു വിവരിക്കുന്നു. വചനം 5. ഫഅമ്മ എന്നാൽ അപ്പോൾ, മൻ അഅ്ത ആർ കൊടുത്തു, വത്തഖ സൂക്ഷിക്കുകയും ചെയ്തു. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ അപ്പോൾ യാതൊരുവൻ ധനം കൊടുക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും. വചനം 6. വസദ്ദഖ സത്യമാക്കുകയും ചെയ്തു. ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ. ഫസദ്ദഖ ബിൽ ഹുസ്നാ ഏറ്റവും നന്നായുള്ളതിനെ സത്യമാക്കുകയും ചെയ്തുവോ. വചനം 7. ഫസനുയസ്സിറുഹു എന്നാൽ അവനു നാം സൗകര്യം നൽകും, എളുപ്പമാക്കും. ലിൽ യുസ്റ ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ അവനു നാം ഏറ്റവും സൗകര്യമായുള്ളതിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കും. വചനം 8. വഅമ്മാമൻ എന്നാൽ ഒരുവനോ, ബഖീല അവൻ ലുബ്ധത കാട്ടി, പിശുക്കു കാട്ടി. വസ്തഗ്ന ധന്യത നടിക്കുകയും ചെയ്തു, ഐശ്വര്യം, അനാശ്രയത നടിക്കുകയും ചെയ്തു. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ എന്നാൽ യാതൊരുവൻ ലുബ്ധത കാണിക്കുകയും ധന്യത നടിക്കുകയും. വചനം 9. വകദ്ദബ വ്യാജമാക്കുകയും ചെയ്തു. ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ. വകദ്ദബ ബിൽ ഹുസ്നാ ഏറ്റവും നന്നായുള്ളതിനെ വ്യാജമാക്കുകയും ചെയ്തുവോ. വചനം 10. ഫസനുയസ്സിറുഹു അപ്പോൾ അവനു നാം സൗകര്യം ചെയ്യും.
ലിൽ ഉസ്റ ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. فسنيسره للعسرى അവനു നാം ഏറ്റവും ഞെരുക്കമായുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തേക്കുകയും ചെയ്യും. വചനം 11. വമാ യുഗ്നി ധന്യമാക്കുകയില്ല, ഐശ്വര്യമാക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല. അൻഹു അവന്, മാലുഹു അവന്റെ ധനം, സ്വത്ത്. ഇദ തറദ്ദ അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ. فما يغني عنه ماله إذا تردى അവൻ മറിഞ്ഞു വീണാൽ അവന്റെ ധനം അവനു പ്രയോജനപ്പെടുന്നതുമല്ല. അൽ ഹുസ്ന ഏറ്റവും നല്ലത് എന്നതിന് പല വിധത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണാം. തൗഹീദിൻ്റെ മുദ്രാവാക്യം, ഇസ്ലാമിൻ്റെ മാർഗം, സൽക്കർമ്മങ്ങൾ, സ്വർഗം, നല്ല പ്രതിഫലം, യഥാർത്ഥ തത്വങ്ങൾ എന്നൊക്കെ. അൽ യുസ്ര ഏറ്റവും സൗകര്യമായത് അഥവാ എളുപ്പമായത് എന്നതിന് നല്ല കാര്യം, കൂടുതൽ ലഘുവായത്, നല്ല പ്രതിഫലം എന്നിങ്ങനെയും. അൽ ഉസ്ര ഏറ്റവും ഞെരുക്കമായത് എന്നതിന് ഞെരുക്കപ്പെട്ട കാര്യം, നരകശിക്ഷ, ദുഷിച്ച മാർഗം എന്നിങ്ങനെയും വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. അല്പം ആലോചിച്ചു നോക്കുന്ന പക്ഷം ഈ അഭിപ്രായങ്ങളൊന്നും പരസ്പര വിരുദ്ധമല്ലെന്നും ആ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഒതുങ്ങുന്ന ഉദാഹരണങ്ങൾ മാത്രമാണെന്നും മനസ്സിലാക്കാം. ലുബ്ധത കൂടാതെ സൽക്കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കുക, സത്യവിശ്വാസം, സൽക്കർമ്മം, സദാചാരം ആദിയായ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ. ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനും നല്ല നില കൈവരുവാനും നല്ല പ്രതിഫലം ആസ്വദിക്കുവാനും അള്ളാഹു സഹായിക്കുന്നു. ഇവരുടെ പര്യവസാനം ശാശ്വത സൗഖ്യവും സ്വർഗവുമായിരിക്കും. നേരെ മറിച്ച് മറ്റൊരു വിഭാഗക്കാരുണ്ട്. ധനം ചെലവഴിക്കുവാൻ അവരുടെ പിശുക്ക് അവരെ അനുവദിക്കയില്ല. തങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയമില്ല. തങ്ങൾക്കു തങ്ങൾ തന്നെ മതി എന്നായിരിക്കും അവരുടെ നിലപാട്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലത്തിൽ അവർക്ക് താൽപ്പര്യമില്ല. അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ അവർ മാനിക്കുകയുമില്ല. നല്ല കാര്യങ്ങളും യഥാർത്ഥ വഴിയും ഉപദേശിക്കപ്പെട്ടാൽ ചെവിക്കൊള്ളാതെ നിഷേധിച്ചു തള്ളിക്കളയും. ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രയാസകരമായതിലേക്കായിരിക്കും സൗകര്യം ലഭിക്കുന്നത്. അഥവാ പ്രയാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസകരങ്ങളായ പ്രതിഫലവും നരകശിക്ഷയുമായിരിക്കും അവർക്ക് ലഭിക്കുക. ചുരുക്കിപ്പറഞ്ഞാൽ നേർമാർഗത്തിൽ ചരിക്കുവാൻ തയ്യാറുള്ളവർക്ക് അള്ളാഹുവിൽ നിന്ന് അതിന് കൂടുതൽ സഹായം കൈവന്നുകൊണ്ടിരിക്കും. വമ്പിച്ച പ്രതിഫലവും ലഭിക്കും. ദുർമാർഗത്തിൽ ചരിക്കുവാൻ ഒരുമ്പെടുന്നവരെ അവരുടെ പാട്ടിന് അവൻ അയച്ചുവിടുകയും അങ്ങനെ അവർ കൂടുതൽ ദുർമാർഗികളും ശിക്ഷാർഹരുമാവുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, സന്മാർഗം സ്വീകരിച്ചവർക്ക് അവൻ അഥവാ അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അവരുടേതായ സൂക്ഷ്മത നൽകുകയും ചെയ്യും. സൂറത്ത് മുഹമ്മദ് 17. അവിശ്വസിക്കുകയും അക്രമം ചെയ്യുകയും ചെയ്തവർക്ക് പുറത്തു കൊടുക്കുവാനാകട്ടെ നരകത്തിൻ്റെ മാർഗമല്ലാത്ത ഒരു മാർഗത്തിലേക്ക് നയിക്കുവാനാകട്ടെ അള്ളാഹു തയ്യാറില്ല. സൂറത്തു നിസാ 168, 169. വചനം 12. ഇന്ന അലൈന നിശ്ചയമായും നമ്മുടെ മേലുണ്ട്, നമ്മുടെ ബാധ്യതയാണ്. ലൽ ഹുദ സന്മാർഗം നൽകൽ, മാർഗദർശനം നൽകൽ. ഇന്ന അലൈനാ ലൽ ഹുദാ നിശ്ചയമായും മാർഗദർശനം നൽകൽ നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 13. വ ഇന്നലന നമുക്കു തന്നെയാണ് താനും. ലൽ ആഖിറ പരലോകം. വൽ ഊല ആദ്യലോകവും ഇഹവും. വഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ നമുക്കുള്ളതു തന്നെയാണ് പരലോകവും ആദ്യലോകവും. വചനം 14. ഫഅൻദർതുകും അതിനാൽ നാം നിങ്ങളെ താക്കീതു ചെയ്തിരിക്കുന്നു. നാറൻ തലദ്ദാ ആളിക്കത്തുന്ന തീ. ഫഅൻദർതുകും നാറൻ തലദ്ദാ അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെക്കുറിച്ചു ഞാൻ നിങ്ങൾക്കു താക്കീതു നൽകിയിരിക്കുന്നു.
വചനം 15. ലാ യസ്ലാഹ അതിൽ കടക്കുകയില്ല, എരിയുകയില്ല, ഇല്ലൽ അശ്ഖോ ഏറ്റവും ദുർഭാഗ്യവാനല്ലാതെ, വളരെ ദുർഭാഗ്യവാനല്ലാതെ. ലാ യസ്ലാഹാ ഇല്ലൽ അശ്ഖാ വളരെ ദുർഭാഗ്യവാനായുള്ളവനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. വചനം 16. അല്ലദീ കദ്ദബ വ്യാജമാക്കിയവനായ, വതവല്ല തിരിഞ്ഞു കളയുകയും ചെയ്ത, അല്ലദീ കദ്ദബ വതവല്ല അതായത് വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവൻ അല്ലാതെ. വചനം 17. വസയുജന്നബുഹ അതിൽ നിന്നു അകറ്റി നിർത്തപ്പെടും, ഒഴിവാക്കി നിർത്തപ്പെടും. അൽ അത്ഖോ വളരെ സൂക്ഷ്മതയുള്ളവൻ, ഭയഭക്തിയുള്ളവൻ. വസയുജന്നബുഹൽ അത്ഖാ വളരെ സൂക്ഷ്മത അഥവാ ഭയഭക്തിയുള്ളവൻ അതിൽ നിന്നു അകറ്റി നിർത്തപ്പെട്ടേക്കുകയും ചെയ്യും. വചനം 18. അല്ലദീ യുഅ്തി കൊടുക്കുന്നവനായ, മാലഹു തന്റെ ധനം, യതസക്ക പരിശുദ്ധി നേടുവാൻ, ആത്മഗുണം നേടുവാൻ. അല്ലദീ യുഅ്തി മാലഹു യതസക്കാ അതായത് താൻ പരിശുദ്ധി നേടുവാനായി തന്റെ ധനം കൊടുക്കുന്നവൻ. വചനം 19. വമാലി അഹദിൻ ഒരാൾക്കും ഇല്ലതാനും, ഇൻദഹു അവന്റെ പക്കൽ, മിൻ നിഅമത്തിൻ ഒരനുഗ്രഹവും ഗുണവും ഉപകാരവും, തുജ്സ പ്രതിഫലം നൽകപ്പെടേണ്ടതായ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ പ്രത്യുപകാരം നൽകപ്പെടേണ്ടുന്നതായ ഒരനുഗ്രഹവും അഥവാ ഉപകാരവും അവന്റെ പക്കൽ ഒരാൾക്കും തന്നെ ഇല്ലതാനും. വചനം 20. ഇല്ലബ്തിഗോ തേടലല്ലാതെ, ആവശ്യപ്പെടലല്ലാതെ, വജ്ഹി റബ്ബിഹി തന്റെ റബ്ബിന്റെ മുഖത്തെ, പ്രീതിയെ, അൽ അഅ്ല അത്യുന്നതനായ, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ തന്റെ അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിയെ നേടുക എന്നതല്ലാതെ. ആർക്കു എന്ത് നന്മ ചെയ്തു കൊടുത്താലും അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്ന ഏക ഉദ്ദേശമല്ലാതെ, ജനങ്ങളിൽ നിന്ന് അതുമൂലം എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കണമെന്ന വിചാരമില്ലാതെ നല്ല വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നവനാണ് ആത്മപരിശുദ്ധിക്കു വേണ്ടി ധനം ചെലവഴിക്കുന്നവൻ എന്ന് സാരം. വചനം 21. വലസൗഫ തീർച്ചയായും വഴിയെ, യർദാ അവൻ തൃപ്തിപ്പെടും, വലസൗഫ യർദാ വഴിയെ അവൻ തീർച്ചയായും തൃപ്തി അടയുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭയഭക്തരും ആത്മശുദ്ധി നേടിയവരുമായ ആളുകൾക്ക് നരകശിക്ഷ ഒഴിവാക്കപ്പെടുമെന്ന് മാത്രമല്ല, മതി മതി എന്ന് തൃപ്തി വരുവോളം ഉന്നതമായ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. വമിനല്ലാഹി തൗഫീഖ്.